അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ മുനിത്തടത്ത് കണ്ടത് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയല്ലെന്ന് വിവരം. ആനയെ കണ്ടതായി വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് സംഘം തിരച്ചിൽ നടത്തിയിരുന്നു. തടത്തെ മുളം കൂട്ടത്തിലാണ് ആനയെ കണ്ടത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഇപ്പോൾ ഏതു രീതിയിലുള്ള ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്? എന്തായാലും നേരത്തെ കണ്ട ആന മസ്തകത്തിൽ മുറിവേറ്റ ആനയല്ല എന്നുള്ളൊരു സ്ഥിരീകരണം അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരം ലഭിച്ച 3 ഇടത്ത് ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആനയ്ക്കായി വീണ്ടും വനത്തിനുള്ളിൽ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ അരുൺ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം ഉൾവനത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 20 അംഗ സംഘത്തെ 50 അംഗ സംഘമായി വിപുലീകരിച്ചിരുന്നു ദൗത്യ സംഘം. എന്തായാലും വിവിധ ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇപ്പോഴും കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആനയുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദൗത്യ സംഘവും വനപാലകരും. എന്തായാലും അടുത്ത എത്രയും പെട്ടെന്ന് തന്നെ ഈ മിഷനിൽ ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ആനന്ദ്, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മയക്കുപിടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വനപാലക സംഘത്തിന് ആനയുടെ അടുത്തേക്ക് എത്തുന്നത് കാലതാമസം ഉണ്ടാകും. ഇത് വലിയ രീതിയിൽ അതിന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കാനുള്ള സാഹചര്യമില്ലേ? അതുകൊണ്ട് ദ്രുതഗതിയിൽ തന്നെയാണോ കാട്ടാനയെ കണ്ടെത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. അതായത് ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഏതാണ്ട് 11 മണി വരെ ഈ ആന ദൗത്യ സംഘത്തിന്റെയും വനപാലകരുടെയും ഒരു നിരീക്ഷണ വലയത്തിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഈ മയക്കുപിടി വെക്കുന്നതിന്റെ ഭാഗമായി പുഴക്കരയിൽ നിന്ന് ആനയെ ഈ പ്ലാന്റേഷനിലേക്ക് കയറ്റാൻ വേണ്ടി പടക്കം പൊട്ടിച്ചിരുന്നു. ഇതാണ് ആനയെ ഉൾക്കാട്ടിനുള്ളിലേക്ക് വലിയ നേരത്തിലേക്ക് പ്രേരിപ്പിച്ചത്. തുടർന്ന് പിന്നീട് ആനയെ കണ്ടെത്താൻ ഇന്നലെ ഏതാണ്ട് രാത്രി മുതൽ ഇന്ന് ഇപ്പൊ ഈ സമയം വരെ ആനയെ കണ്ടെത്താൻ വകുപ്പിന് സാധിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഏതാണ്ട് രാവിലെ ഒരു 9 മണിയോട് കൂടി തന്നെ ഈ ദൗത്യ സംഘത്തെ വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും ഇതുവരെയും ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഓരോ ദിവസം കഴിയുന്നതോറും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്ക ഉണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഇത്തരത്തിൽ മസ്തകത്തിൽ ഈ പരിക്ക് പറ്റിയ രീതിയിലാണ് ആനയുള്ളത്. ചോരയും ഈ ചലവും ഒലിച്ചതിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ഈ ആനയെ ചികിത്സിക്കാനുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആനയെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.